ഇനി തൃശ്ശൂരിലേക്കാണ് രോഹിണി. ഈ താപ്പാനകൾക്കിടയിൽ മറ്റൊരു കാട്ടാന, പക്ഷേ അവനെ തുരത്താനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. സാനു ചേരുന്നുണ്ട്. സാനു, എന്തായാലും കുങ്കിയാനകൾ, 2 കുങ്കിയാനകൾ പ്രദേശത്ത് എത്തിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്? മയക്കുവടി വയ്ക്കാൻ പറ്റിയ സ്ഥിതി തന്നെയാണോ ഉള്ളത്? എങ്ങനെയാണ് ഇപ്പോൾ അവിടെ നിന്നും അറിയാൻ കഴിയുന്നത്? രോഹിണി, അതായത് ഇന്ന് രാവിലെ കുങ്കിയാനകളെ എത്തിച്ചിട്ടുണ്ട്. വയനാട്ടിൽ നിന്നുള്ള വിക്രം, ഭരത് എന്നീ 2 കുങ്കിയാനകളെയാണ് എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ കുതിരാനിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തിയിരുന്ന ഒരു ഒറ്റയാനുണ്ടായിരുന്നു. അത് ഇന്നലെ വൈകിട്ടും ഇവിടെ നാട്ടിലിറങ്ങി, ജനവാസ മേഖലയിൽ ഇറങ്ങി വലിയ ആക്രമമൊക്കെ അഴിച്ചുവിടുകയും വീടുകൾക്ക് നേരെ വരെ ആനയുടെ ഒരു ആക്രമം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുതിരാൻ ഇരുമ്പുപാലം സ്വദേശി ചെള്ളയർത്ത് റെജിയുടെ വീടിന് നേരെയാണ് ഇന്നലെ ആക്രമം ഉണ്ടായത്. അങ്ങനെ ഈ കഴിഞ്ഞ കുറേ നാളുകളായി കുതിരാനിൽ ശല്യമായി മാറിയിരിക്കുന്ന, അല്ലെ കുതിരാനിലെ ജനങ്ങൾക്ക് വലിയ ഭീഷണി ഉയർത്തിയിരുന്ന ഒരു കാട്ടുകൊമ്പനെ കാട്ടിലേക്ക് തിരികെ കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വനംവകുപ്പിന്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ 2 കുങ്കിയാനകളെ നിലവിൽ എത്തിച്ചിട്ടുള്ളത്. അതായത് വനംവകുപ്പിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്, മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ കുങ്കിയാനകളെ ഉപയോഗിച്ച് ആനയെ കാട്ടിൽ കയറ്റാനുള്ള ശ്രമം നടത്തും. അത് വിജയിക്കാത്ത പക്ഷം ആനയുടെ ആരോഗ്യസ്ഥിതി കൂടി പരിശോധിച്ചതിന് ശേഷം മയക്കുവെടി അടക്കം വയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്നാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് വലിയ പ്രതിഷേധത്തിലായിരുന്നു ഈ കുതിരാനിലെ ജനങ്ങൾ. അതായത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ആന ഈ പ്രദേശത്ത്, കുതിരാൻ പ്രദേശത്ത് തന്നെ തമ്പടിക്കുന്നു. അതായത് കുതിരാനിലെ പഴയ ദേശീയപാതയോരത്ത് താമസിക്കുന്ന വീടുകളിലെ ജനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അധികം ദുരിതം അനുഭവിച്ചിരുന്നത്. എന്തായാലും അവരുടെ പ്രതിഷേധങ്ങൾ തുടർന്നതോടുകൂടി ഏതാനും ദിവസം മുമ്പ് വനം മന്ത്രി സ്ഥലത്ത് വരികയും സന്ദർശിക്കുകയും ജനങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങളെന്ന് ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. അന്ന് തന്നെ വനംവകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിരുന്നതാണ്, ഇത്തരത്തിൽ ആനയുടെ ശല്യം ഉണ്ടാവുകയാണെങ്കിൽ കുങ്കിയാനകളെ അടക്കം എത്തിച്ചുകൊണ്ടുള്ള ഈ കാട്ടാനിനെ കാട്ടിലേക്ക് കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടരും, അല്ലെ നടത്തുമെന്ന് അന്ന് തന്നെ മന്ത്രി അറിയിച്ചിരുന്നതാണ്. എന്തായാലും ഇന്നലെ അക്രമം ഉണ്ടാകുന്നു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ആന കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം വലിയ അക്രമമൊക്കെ അഴിച്ചുവിടുന്നു. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വയനാട്ടിൽ നിന്ന് 2 കുങ്കിയാനകളെ കൂടി എത്തിച്ചിട്ടുള്ളത്. നമ്മളോടൊപ്പം ഇപ്പം വാർഡ് മെമ്പർ അടക്കം ചേരുകയാണ്. ഇതിൻ്റെ ഈ ആനയുടെ ശല്യം കൊണ്ട് ഏറ്റവും അധികം പൊറുതി മുട്ടിയ വാർഡിലെ മെമ്പർ കൂടിയാണ്. നമുക്ക് മെമ്പറോട് തന്നെ ചോദിക്കാം, എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? ഈ ആന കൊണ്ടുള്ള ശല്യം എത്ര നാളായിട്ടുണ്ട്? തുടർച്ചയായിട്ട് 3 മാസമായി ഇതുപോലെയുള്ള ശല്യം, ഒരു ദിവസം ഒഴിവില്ലാതെ ശല്യം തുടങ്ങിയിട്ട്. കുതിരാനിലെ പഴയ റോഡ് സഞ്ചാരയോഗ്യമല്ലാതെ ആയത് മുതൽ ആന റോട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതായത് അങ്ങേ സൈഡിലുള്ള ആനകളൊക്കെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങേ സൈഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് അങ്ങേ അപ്പുറത്തേക്ക് ചേലക്കര, എളനാട് ആ ഭാഗത്തേക്ക് ഈ ആനകൾ പോവുകയാണ് ചെയ്തത്, അവിടുത്തെ കാടുകളിലാണ്. പക്ഷെ ഇപ്പോൾ ഏകദേശം 3 മാസമായി ഈ ആനകൾ ഇവിടെ തന്നെയാണ് കുതിരാനിൽ. ഇന്നലെയും ഭയങ്കരമായിട്ട് ആന ഒരു 4 പ്രാവശ്യമെങ്കിലും ഇരുമ്പുപാലം മെയിൻ റോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ആ റെജിയുടെ വീടിൻ്റെ ഷീറ്റ് ഇടാനായിട്ട് ഇട്ടതൊക്കെ തട്ടിമറിച്ചിടുകയും ചെയ്തിട്ടുണ്ട്. വളരെ ഭീതിയിലാണ്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 2 ആഴ്ചയിലും കൂടുതലായി ആന എല്ലാ ദിവസവും ഉണ്ട്. ഒരു 7 മണി കഴിഞ്ഞാൽ, വൈകിട്ട് 7 മണി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് തന്നെയാണ്, റോട്ടിൽ കൂടെ തന്നെയാണ്. ഈ ആനയെ കാട്ടിക്കയറ്റുന്നതിനൊപ്പം ശാശ്വതമായിട്ടൊരു പരിഹാരം വേണ്ടേ? അതിനെന്താണ് നിങ്ങൾ? ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ആനയെ, കുങ്കിയാനകളെ കൊണ്ട് ഇവിടുന്ന് മാറ്റുക, ഈ പ്രദേശത്തു നിന്നേ മാറ്റുക. എന്താ വെച്ചാൽ പല ഭാഗത്തും ഫെൻസിങ്ങിന് ഫണ്ട് വെച്ച് ടെൻഡർ ആയിട്ടുണ്ട്, അതൊരു നടപടിയും ആയിട്ടില്ല. അപ്പോൾ കാട്ടിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും തിരിച്ചിങ്ങോട്ട് വരും. അതില്ലാതിരിക്കാൻ ആനയെ ഇവിടുന്ന് തന്നെ കൊണ്ടുപോകുക. നമുക്കറിയാം, അങ്ങനെ നോക്കുന്ന പല സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് ഈ ആനയെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ശാശ്വത പരിഹാരം എന്ന് പറയുന്നത്. ജനങ്ങൾ ഇന്നലെ 1 മണി വരെ ഞാൻ ലൈവിലുണ്ടായിരുന്നു. വെച്ചാൽ ആന വരുന്നുണ്ടെന്നും പറഞ്ഞ് അത്രയും ഭീതിയിലാണ് ഇവിടെയുള്ള ജനങ്ങൾ. സാധാരണക്കാരായിട്ടുള്ളവരാണ്. ഫോറസ്റ്റുകാർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പടക്കം പൊട്ടിക്കരുത്, ആനയെ പ്രകോപിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്നലെ ഒരു പ്രകോപനവും ഉണ്ടായിട്ടില്ല. എന്നിട്ട് പോലും ആന പതുക്കൊന്നുമല്ല, PT ഉഷയെ തോപ്പിക്കുന്ന പോലെയാണ് ആന ഓടുന്നത്. എന്തായാലും അത് തന്നെയാണ് ഇവിടെ തുടർച്ചയായിട്ടുണ്ടാകുന്ന ആനയുടെ ശല്യം, അത് ജനവാസ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതിൻ്റെ ഒരു ശാശ്വത പരിഹാരം ഈ ആനയെ കാട്ടിലേക്ക് കയറ്റുക എന്ന് മാത്രമല്ല, ആനയെ ഇവിടുന്ന് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് വാർഡ് മെമ്പർ അടക്കമുള്ള നാട്ടിലെ ആൾക്കാർ ആവശ്യപ്പെടുന്നത്. സാനു കെ സജീവാണ് ഇവരുകളുമായി ചേർന്നത്. ഇപ്പോഴും ആനയും വന്യമൃഗങ്ങൾക്ക് വരുമ്പോൾ ഓരോ സമയത്തും ഇതുപോലെ
എല്ലാ ചാനലുകളും അവിടെ തമ്പടിച്ച് ലൈവ് കൊടുക്കുന്നു. അവിടെ വലിയ അഭ്യാസവുമായി വനം വകുപ്പ് എത്തുന്നു, പോലീസ് എത്തുന്നു, റവന്യൂ അധികൃതർ അത് എത്തുന്നു. മാത്രമല്ല എല്ലാവരും ചോദിക്കുന്നുണ്ട്, കേരളത്തെ സംബന്ധിച്ചിടത്താണ് ഇതൊരു വലിയ പ്രശ്നമായി നിലനിൽക്കുന്നത്, ഈ വന്യജീവി ശല്യം ഇത്രയും രൂക്ഷം എന്നുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പല സ്റ്റഡീസും വന്നതാണ്. അമൃത യൂണിവേഴ്സിറ്റി AI സാങ്കേതിക വിദ്യയോടുകൂടി തന്നെ കാട്ടാനെ എങ്ങനെ തുരത്താം എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടന്നതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അത് നടപ്പിലാക്കാതെ കാലതാമസം വരുന്നത് എന്നുള്ളതിന് എന്തെങ്കിലും രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? കൃത്യമായിട്ടും ഉണ്ട്. ആ വാർത്ത നമ്മൾ താമസിയാതെ പുറത്ത് വിടുകയും ചെയ്യും. കാര്യം അമൃത യൂണിവേഴ്സിറ്റിയിലെ മിടുക്കരായ കുട്ടികൾ AI നമ്മുടെ കൊട്ടിഘോഷിച്ച് പണ്ട് സർക്കാർ കൊണ്ടുവന്ന ക്യാമറയല്ല, AI സാങ്കേതിക വിദ്യയും ക്യാമറയും സമന്വയിക്കുന്ന വളരെ കൃത്യമായ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി. വെറും പ്രോട്ടോടൈപ്പ് മോഡലും അല്ല രോഹിണി, ഇത് ഒഡീഷ സർക്കാർ ഫലപ്രദമായി നടപ്പാക്കി. ഇതിന്റെ ദൃശ്യങ്ങൾ ഞാൻ കണ്ടതാണ്. അമൃത യൂണിവേഴ്സിറ്റിയിൽ പോയതാണ്. അവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന എക്സിബിഷനിൽ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതായത് 1 ക്യാമറകൾ, 2 ശബ്ദം, 3 വെളിച്ചം. അപ്പോൾ AI സഹായത്തോടു കൂടി ഇത് ഈ ആനയുടെ വരവ് ഇവിടെ അറിയിക്കും. ഇവിടെ മുൻകൂട്ടി സ്ഥാപിച്ചിരിക്കുന്ന മോണിറ്ററിംഗ് സ്റ്റേഷനുകളുണ്ട്. അവിടെ ഈ ദൃശ്യങ്ങൾ കാണാനാകും. ആന കടന്നു വരുമ്പോൾ അലാം ഉണ്ടാവും, ശബ്ദമുണ്ടാകും. തിരിച്ച് ആനയ്ക്ക് ഇഷ്ടമല്ലാത്ത, വന്യമൃഗങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള ശബ്ദവും വെളിച്ചവും വായിക്കാൻ അപ്പോൾ തന്നെ സംവിധാനം. അതിൽ പോയില്ല മുന്നോട്ട് വരികയാണെങ്കിൽ കൃത്യമായ മുന്നറിയിപ്പ് അലാമായി ഇവിടെ കിട്ടുന്നു. ആന വന്ന് കയറി നമ്മുടെ വീടിന് മുകളിൽ കയറിയോ, നമ്മുടെ പാടം ചവിട്ടി മെതിച്ചിട്ടുള്ള, കൃഷിയിടം ചവിട്ടി മെതിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പുലിയോ കടുവയോ വന്ന് വീട്ടിലെ വളർത്തുമൃഗങ്ങളെ കടിച്ചു കൊന്ന ശേഷമല്ല, മുൻകൂട്ടി അറിയാനും തുരത്താനുമുള്ള സംവിധാനം, അതിനുള്ള മോഡലുണ്ടാക്കി ഒഡീഷ സർക്കാർ അത് ഫലപ്രദമായി വിനിയോഗിച്ചു കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ഏതോ ഈഗോയിലോ ചുവപ്പ് നാടയിലോ കുടുങ്ങി കിടക്കുകയാണിത്. അതെന്താണെന്ന് വീണ്ടും നമ്മുടെ ലേഖകരോട് പറയണം. ഇത് അന്വേഷിക്കണമെന്ന് തിരുവനന്തപുരത്തും കൊല്ലത്തും